വിമൻ്റെ കോൺട്രിബ്യൂഷൻ ടു ദി ഇക്കോണമി ഇസ് ദി ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് സബ്ജക്റ്റ്. അതാണ് വളരെ നോട്ട് വെരി സേഫ് പ്ലേസസിലൊക്കെ ആശുപത്രികളിലും പാത്ത് ലാബ്സിലും ബ്ലഡ് ബാങ്കുകളിലും വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസ് മലയാളി ഗേൾസ് ഫ്രം കോതമംഗലം തൊടുപുഴ എന്നുള്ള ഐ ഹവ് സീൻ. മാറിയ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള പീപ്പിൾ ഇൻ ദർ ലേറ്റ് ടീൻസ് ആൻഡ് ഏർലി 20s ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? ഇവർ അവിടെ പോയി വർക്ക് ചെയ്യുമ്പം ദേ വർക്കിംഗ് വിത്ത് മോഡേൺ കൺസ്ട്രക്ഷൻ കമ്പനീസ്. ദോസ് കമ്പനീസ് ആർ വർക്കിംഗ് ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അറിയാവുന്ന ഒരു സ്കിൽഡ് ലേബർ ഫോഴ്സ് ഉണ്ടാവുന്ന ഈസ് എ ഗ്രേറ്റ് ആസറ്റ്. കേരള ഹാസ് ഇറ്റ്. സാർ, ഇപ്പം റിവേഴ്സ് മൈഗ്രേഷൻ്റെ കാര്യം പറഞ്ഞു. മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു ഫാക്റ്റാണ്. റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ് എന്നും പറഞ്ഞു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക്, ഇവരൊക്കെ തിരിച്ച് വന്നിട്ട് ഇവിടെ പിന്നെ എന്ത് ചെയ്യും? അപ്പം അവരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ എക്കണോമിക് യൂസ് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് അവർ പല കാര്യങ്ങളും ഇവിടുന്ന് ഇതാക്കിയിട്ടാണ് നിർത്തി വെച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവർ തിരിച്ച് വരുമ്പം എങ്ങനെയായിരിക്കും? ഈ റിവേഴ്സ് മൈഗ്രേഷൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പനിങ് ഇൻ കേരള. ബിക്കോസ് പല കാരണങ്ങളും ഉണ്ട് അതിന്. ഈ ഗൾഫിൽ ഈ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് അവിടുത്തെ ഇക്കോണമീസ് വലിയ സ്ലംപ് ഉണ്ടായി. ആൻഡ് അതിനുശേഷവും വെൻ ദ ഓയിൽ പ്രൈസസ് ഡിപ്ഡ് പിന്നെയും ദർ വാസ് എ സ്ലംപ്. സോ വാട്ട് ഹാപ്പൻഡ് വാസ്, വൈൽ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ ടോട്ടൽ നമ്പറിൽ വലിയ മാറ്റം ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ ആ മൈഗ്രേഷൻ കോഹോർട്ടിനുള്ളിലുള്ള കോമ്പസിഷനിൽ ഗണ്യമായ മാറ്റങ്ങളുണ്ടായി. നേരത്തെ കേരളത്തിൽ നിന്ന് പോയ ബഹുഭൂരിപക്ഷം പേരും ഈ സെമി സ്കിൽഡ് കൺസ്ട്രക്ഷൻ വർക്ക് ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആൻഡ് സർവീസ് സെക്ടറിലുള്ളവരായിരുന്നു. അപ്പം അത് നമ്മൾ പല ഇൻട്രസ്റ്റിംഗ് സ്റ്റഡീസ് ഉണ്ട് ഡൺ ബൈ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ, പ്രൊഫസർ ഇരുദയരാജൻ്റെ ഒക്കെ സ്റ്റഡീസിൽ. അതിൽ നിന്ന് നമ്മൾ പരിശോധിച്ചാൽ ഈ റെമിറ്റൻസ്, ആവറേജ് സൈസ് ഓഫ് ഇൻഡിവിജ്വൽ റെമിറ്റൻസസ് ടു ഇന്ത്യ, അതിൻ്റെ എമൗണ്ട് നോക്കിയാൽ വാസ് അബൌട്ട് $300 to $400 per year was the average size of the remittances. Today the average size of the remittances is $4,000 to $5,000, which means it has significantly increased. So what has happened is ee low income earning cohort il palarum thirichu vannu because they lost their jobs. They have of course been replaced by even more low wage people from Bangladesh and from other parts of northern India. പോയിട്ടുണ്ട് ഗൾഫിൽ. ബട്ട് മലയാളീസ് ആർ നോട്ട് വില്ലിങ് ടു വർക്ക് ഫോർ ദോസ് വെരി ലോ വേജസ് ഇൻ ദ ഗൾഫ്. അവർ തിരിച്ചു വന്നു. അവർ ആരായിരുന്നു? ദേ വർ പ്ലംബേഴ്സ്, ദേ വർ ഇലക്ട്രീഷ്യൻസ്, ദേ വർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, കാർപ്പൻറ്റേഴ്സ്. ദേ ഹാവ് കം ആൻഡ് സ്റ്റാർട്ടഡ് വർക്ക് ഓഫ് ദെയർ ഓൺ. ദേ ഡു ഗിഗ് വർക്ക്. ഫുൾ ടൈം വർക്കിൻ്റെ ആവശ്യമില്ല അവർക്ക്. അവർക്ക് ചെറിയ പറമ്പ്, അവരുടെ സേവിങ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ പറമ്പും ഒക്കെ. സോ നൗ ഹൗസ് ഹോൾഡ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കാറ്റഗറി ഇസ് ഡെവലപ്പിംഗ് ഇൻ കേരള. നമ്മൾ കേരളയിലും ചില സംഘടനകളിൽ ഈ ആന്ത്രപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന സംഘടനകളിൽ ഇപ്പം പുതിയ സ്ലോഗൻ എന്താണെന്നറിയോ? എവ്രി ഹോം ആൻഡ് എൻ്റർപ്രൈസ്. അപ്പം ദിസ് ഓൾഡ് തിങ് അബൌട്ട് ജോലി അന്വേഷിക്കുക, എവിടെങ്കിലും പോയി ഒരു ജോലി അന്വേഷിക്കുക എന്നുള്ളത് അതിപ്പം മാറാൻ തുടങ്ങി. ഇപ്പം ഞാനൊരു സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ, സപ്പോസിങ് ഞാനൊരു സ്കിൽഡ് ഇലക്ട്രീഷ്യനാണ്, ഞാൻ പെരിന്തൽമണ്ണക്കാരനാണ്, ഞാൻ 5 വർഷം ഗൾഫിൽ വർക്ക് ചെയ്തു, കുറേ സമ്പാദിച്ചു, അവിടുന്ന് ചെറിയ വീടൊക്കെ വെച്ചു, എല്ലാം ചെയ്തു, എനിക്ക് 2 മക്കളുണ്ട്. അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ എ ജോബ്, ബട്ട് ഐ വാണ്ട് ഇൻകം. അപ്പം എനിക്കിപ്പോൾ ഒരു 10-50 സെൻറ്റ് പറമ്പുണ്ട്, ഞാൻ അവിടെ ഒരു 10 മൂട് തെങ്ങുണ്ട്, ഇതുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കൃഷി ചെയ്താൽ കൊള്ളാം, പക്ഷേ അതുകൊണ്ട് മാത്രം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല.
എനിക്കുള്ളത് എന്താണ്? എനിക്കൊരു സ്കില്ലുണ്ട്. ഐ ആം എ ക്വാളിഫൈഡ് പ്ലംബർ ആൻഡ് ഐ വർക്ക്ഡ് ഇൻ മോഡേൺ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ഇൻ ദ ഗൾഫ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ലോക്കലായിട്ട് പെരിന്തൽമണ്ണയ്ക്ക് ചുറ്റും മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഞാൻ അന്വേഷിക്കും, കൻ ഐ ഗെറ്റ് സം ഗിഗ് വർക്ക്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിൽ പുതിയ മോൾസ് പണിയുന്നു, ഇപ്പോൾ ലോഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഹാപ്പനിങ് അക്രോസ് കേരള അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ജോബ്സ് ഞാൻ 2-3 ആഴ്ചത്തെ ജോലി എടുക്കും. ഐ ഡോണ്ട് വാണ്ട് എ ഫുൾ ടൈം ജോബ്. ഐ ജസ്റ്റ് വാണ്ട് ഒരു ആ സ്റ്റേജ് ആവും. അപ്പോൾ കോൺട്രാക്ടർക്കും ഇതാണ് കൺവീനിയൻറ്റ്. കോൺട്രാക്ടർ ഡസൻ വാണ്ട് എ പെർമനൻറ്റ് പേറോളിൽ ഒരു ഓവർ ഹെഡ് ആകുന്നതിന് പകരം ആവശ്യമുള്ളപ്പോൾ നിങ്ങളൊരു ക്വാളിഫൈഡ് പ്ലംബറോ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഐ കോൾ യു. സോ ദിസ് ഗിഗ് വർക്ക് ഇസ് ഇൻക്രീസിങ് നൗ. അത് എനേബിൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഗവൺമെൻറ് മാത്രമല്ല, പ്രൈവറ്റ് സംരംഭകരും ചെയ്യാമെന്ന് ദേ ക്യാൻ പ്ലാറ്റ്ഫോം ദിസ്. ഒരു ഊബറൈസിങ് ഓഫ് വർക്ക് പോലത്തെ ഉള്ള ഒരു അനന്തമായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് പലതും നടക്കുന്നുമുണ്ട് ഇപ്പം തന്നെ. അപ്പം ഈ തിരിച്ചു വരുന്നവർ ദേ ആർ ആക്ച്വലി പ്രൊഡക്റ്റീവ്ലി എംപ്ലോയിഡ്. ദേ ആർ യൂസിങ് ദെയർ ഓൺ ഹൗസ് ആൻഡ് ദെയർ ഓൺ പ്ലോട്ട് ഓഫ് ലാൻഡ് വെൽ, ബേസ്ഡ് ഓൺ ഫാമിലി ലേബർ, ഹയർഡ് ലേബർ അല്ല. ആൻഡ് അവർക്ക് ഒരു സേ 1 week or 2 weeks in the month he is willing to work, he or she is willing to work. പുറത്തു പോയി ഇത്. അപ്പം ഈ ദാറ്റ് ഫോഴ്സ്ഡ് റിവേഴ്സ് മൈഗ്രേഷൻ നടന്ന സമയത്ത് ഇവിടെ ഒരു വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചത് ഉണ്ടായില്ലല്ലോ അല്ലേ. നമ്മളൊരു 5 വർഷം മുമ്പത്തെ പത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിച്ചാൽ ഇവരെല്ലാം തിരിച്ചു വന്ന് എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ബിക്കോസ് ദേ ആർ ഡൂയിങ് സംതിങ്, ദേ ആർ ഡൂയിങ് വെരി പ്രൊഡക്റ്റീവ്ലി യൂസ്ഫുൾ തിങ്സ്. ഈ ഹോം വെജിറ്റബിൾ ഗാർഡൻസ് നമ്മൾ വിചാരിക്കുക അതുകൊണ്ട് എന്താണ് ഒരു ഇക്കോണമിക്ക് എന്താണ് കോൺട്രിബ്യൂഷൻ. ഡ്യൂറിങ് കോവിഡ് അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ വാസ് തോമസ് ഐസക് ഇവിടെ കേരളത്തിൽ. സോ ഐ റിമെമ്പർ ഹീ വാസ് വെരി സ്ട്രോങ്ലി സെയിങ്, ഇപ്പം ഈ കോവിഡ് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എല്ലാം നിന്നല്ലോ. നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം വരുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. അപ്പം വെജിറ്റബിൾസും അരിയും ബാക്കിയുള്ള പ്രൊവിഷൻസ് എല്ലാം വരുന്നത് അവിടുന്ന്. അതെല്ലാം നിന്നപ്പം വാട്ട് ആർ വി ഗോയിങ് ടു ഡു എന്നുള്ള ഒരു വലിയ ക്രൈസിസ് ആയിട്ട് വന്നപ്പം ഇവിടെ ഹോം കിച്ചൺ ഗാർഡൻസിനെ പ്രോത്സാഹനം ഗവൺമെൻറ് പറഞ്ഞ് ഗ്രോ ബാഗ്സും ഇതുമൊക്കെ വിതരണം ചെയ്തു. കണക്കുകൾ നോക്കിയാൽ in the first month itself, the additional vegetable production in Kerala was about, not first month, 3 months later, the production was about 150 tons. That increased, then that doubled in the next quarter to 500 tons. That doubled again to 1,000 tons. Where was all this being grown? In households, on terraces, terrace gardens, in backyard plots. അപ്പം ഇതൊക്കെ നേരത്തെ മലയാളി didn't do it because he didn't have to do it because it was all available. When the market conditions changed, he did it, and then they found ഇത് കൊള്ളാമല്ലോ, നല്ല അഡീഷണൽ ഇൻകം ആണല്ലോ. Now they are not going to stop doing it, they are going to continue doing it. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ the nature of employment has changed. അപ്പോൾ ഈ റിവേഴ്സ് മൈഗ്രേഷൻ this is the first thing. So second thing is the reverse migration is bringing back skills which any society needs. Even at the plumber, electrician, fitter, bricklayer, mason, carpenter level, even avada poi work cheyyumbom they are working with modern construction companies. Those companies are working to international standards. Appam international standards ആയിട്ട് say sanitation, electricity, electrical wiring and എയർ കണ്ടീഷനിങ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അറിയാവുന്ന ഒരു സ്കിൽഡ് ലേബർ ഫോഴ്സ് ഉണ്ടാവുന്ന ഈസ് എ ഗ്രേറ്റ് ആസെറ്റ്. കേരള ഹാസ് ഇറ്റ്. വി മസ്റ്റ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്. ഇവിടുത്തെ ഉള്ള മോഡേൺ, ഞാൻ പെരിന്തൽമണ്ണയിലും ഇങ്ങനത്തെ ഉള്ള ചെറിയ ടൗൺസിലൊക്കെ പോയാൽ ഇഫ് യു ഗോ ആൻഡ് യു വിൽ സീ ദ കൺവെൻഷൻ സെൻറ്റേഴ്സ് കമ്മിങ് അപ്പ് ദെയർ. ദേ ആർ ബിൽറ്റ് ജസ്റ്റ് ലൈക്ക് ദ ലുലു കൺവെൻഷൻസ്, ലുലു മോൾ ഹിയർ. അതേ കൺസ്ട്രക്ഷൻ ടെക്നോളജി, ടവർ ക്രെയിൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ലാതെ ആൾക്കാർ തലച്ചുമടായിട്ട് ലാഡറിൽ കയറിയൊന്നും അല്ല പോകുന്നത്. ഓൾ മോഡേൺ മെത്തേഡ്സ് ആർ ബീങ് യൂസ്ഡ്. അപ്പം മോഡേൺ മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ മോഡേൺ മെത്തേഡ്സുമായിട്ട് പരിചയമുള്ള ഒരു സ്കിൽഡ് വർക്ക് ഫോഴ്സ് വേണമല്ലോ. അതാണ് നമ്മുടെ റിട്ടേണിംഗ് മൈഗ്രൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ സാർ ഇപ്പോൾ എൻ്റർപ്രണർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പം
ഇപ്പം സൂൺ ആഫ്റ്റർ ഗ്രാജുവേഷൻ ആർ സൂൺ ആഫ്റ്റർ ദർ ഹയർ ക്വാളിഫിക്കേഷൻ അവർക്ക് നെക്സ്റ്റ് വാട്ടർ ഓക്കെ നെക്സ്റ്റ് ഐ ഡു PG ഫ്രം സംവെയർ സം യൂറോപ്യൻ കൺട്രി ഓർ USA പോവാം UK പോവാം പിന്നെ സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നു. അതാണ് ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നത്. അപ്പം ഇഫ് ഗവൺമെൻറ് ആൻഡ് ദീസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവർ എന്തെങ്കിലും വിചാരിച്ചാൽ ഇതൊരു എന്തെങ്കിലും ഒരു തീരുമാനം ലൈക്ക് ഇവർക്ക് എൻ്റർപ്രണർഷിപ്പിലേക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റും? ആക്ച്വലി ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇത് കേരളത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ ആൻഡ് ഇതും ഒരു ആഗോള പ്രതിഭാസമാണ്. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ സെക്ടർ എല്ലായിടത്തും നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധി നേരിടുക. അപ്പം ഇതുവരെ എത്രയോ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചിരുന്ന ഒരു എഡ്യൂക്കേഷൻ സംവിധാനം ഉണ്ടായിരുന്നല്ലോ. ഹൈസ്കൂൾ 11-12 വർഷം ഹൈസ്കൂൾ, അത് കഴിഞ്ഞിട്ട് 3-4 വർഷം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്, പിന്നെ 2 വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നിൽ ജോലിക്ക് പോവുക അല്ലെങ്കിൽ റിസർച്ചിലേക്ക് പോവുക എന്ന് പറഞ്ഞ ഒരു കരിയർ പാത്ത് ഉണ്ടായിരുന്നു, ഒരു എഡ്യൂക്കേഷൻ പാത്വേ ഉണ്ടായിരുന്നു. അതിനെ ഇപ്പം പല സാഹചര്യങ്ങൾ കൊണ്ട്, മാറിയ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇത്രയും വർഷത്തെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഒരു 4 വർഷം അല്ലെങ്കിൽ 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ ആവശ്യമുണ്ടോ? 2 വർഷം ഇത് 1 വർഷം കൊണ്ട് ചെയ്യാമോ? അല്ലെങ്കിൽ ഇത് പാർട്ട് തിയറി അല്ലെ പാർട്ട് ക്ലാസ് റൂം ആൻഡ് പാർട്ട് പ്രാക്ടിക്കൽ വർക്കായിട്ട് നമുക്കൊരു കമ്പൈൻ ചെയ്യാൻ പറ്റും? ഇങ്ങനെ പല പല ചോദ്യങ്ങളും പല പരിഷ്കരണങ്ങളും നടക്കുന്നുണ്ട്, പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അപ്പം വാട്ട് മെനി സ്റ്റേറ്റ്സ് ആർ ഡൂയിങ് ആൻഡ് കേരള ഇസ് ഡൂയിങ് വെരി വെൽ. അത് നാഷണൽ ലെവലിൽ അംഗീകരിച്ചിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈ ആന്ത്രപ്രണർഷിപ്പ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ IDCs വഴി പ്രോത്സാഹനം ചെയ്യാൻ തുടങ്ങി. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്ത്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്സ് എന്ന് പറഞ്ഞിട്ട് IDCs എല്ലായിടത്തും തുടങ്ങി. ഇപ്പോൾ 1000-കണക്കിന് ക്ലബ്സ് ഉണ്ട്. ആൻഡ് പലതും വളരെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഡസൺ കണക്കിന് ക്ലബ്സിൻ്റെ പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട്. എല്ലാം മുക്കിലും മൂലയും കുഗ്രാമങ്ങളിലും ഒക്കെ ഉള്ള ആരും കേൾക്കാത്ത ചില കോളേജുകളിലൊക്കെ ചെന്നാൽ അവിടെ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു സംഘടന കാണും, അവിടുത്തെ IDC ആയിരിക്കും. അല്ലാതെ അവരുടെ വാർഷിക യുവജനോത്സവത്തിനെക്കാട്ടിലും അവരുടെ ഏറ്റവും സജീവമായിട്ട് എപ്പോഴും മെമ്പേഴ്സ് അവിടെ ആക്റ്റീവായിട്ട് നടക്കുന്ന ചെറിയ ഒരു IDCയും ചിലപ്പോൾ ഒരു ചെറിയൊരു ഇൻക്യുബേറ്ററും കാണും, 1-2 സ്റ്റാർട്ടപ്പുകളും കാണും. ഞാൻ പല ഇതിൽ ചെന്നു. അപ്പോൾ ഇവിടെ ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള പീപ്പിൾ ഇൻ ദർ ലേറ്റ് ടീൻസ് ആൻഡ് ഏർലി 20s ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? സെൻസ് ഓഫ് എൻഗേജ്മെൻറ്റ്. You want to be involved. You want to be engaged. You don't want to be lectured to. അല്ലേ, ഇങ്ങനെ ക്ലാസ്സിൽ ചെന്ന് സിനിമ കാണുന്ന പോലെ ചാരി ഇരുന്ന് ഫസ്റ്റ് ഷോ ഹിസ്റ്ററി, സെക്കൻഡ് ഷോ ഫിസിക്സ്, തേർഡ് ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 80 പേജ് നോട്ട്ബുക്കും പിടിച്ച് എന്താ വിഷറി പോലെ അതും കൂടെ കൊണ്ടുപോയി. ദാറ്റ് വാസ് വാട്ട് വാസ് എഡ്യൂക്കേഷൻ ഫോർ സോ മെനി ഇയേഴ്സ്. നൗ യങ്സ്റ്റേഴ്സ് ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. They want to be engaged. അല്ലെങ്കിൽ they'll just lose interest. അല്ലെങ്കിൽ അവരുടെ ഹാൻഡ് ഫോൺ എടുത്തിട്ട് they'll start googling something or looking at some pictures or something like that. അല്ലേ? So they have to be engaged. The thing about entrepreneurship is it is engaging. അത് ഫുള്ളി നമ്മൾ ഇൻവോൾവ് ആകാതെ അത് ഇറങ്ങി നമ്മളൊരു സ്വിമ്മിങ് പഠിക്കുന്ന പോലെ സൈഡിൽ ഇരുന്നുകൊണ്ട് ബുക്ക് വായിച്ചുകൊണ്ട് സ്വിമ്മിങ് പഠിക്കാൻ പറ്റില്ലല്ലോ. അല്ലേ? There's only one way to do it is jump into the water. Entrepreneurship is like that. It has to be an immersive experience. ഇത് സ്റ്റുഡൻസിനെ ആകർഷിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, പ്രതിഭാസമാണ് entrepreneurship. And it is an idea whose time has come. ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെ നോക്കിയാലും every university in the world will be having incubators, will be having startups, will be having startup accelerators. Why? Because youngsters are impatient. Many of them don't want to even finish their engineering course. Many of them are first year, second year ആകുമ്പോൾ തന്നെ അവനൊരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ അയാൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനൊരു ഐഡിയ കിട്ടും. അവർ ഇനിയും 3 വർഷം കൂടെ പഠിച്ച് പാസ്സായി ഡിഗ്രി ആ കഷ്ണം കടലാസ് കിട്ടി അവർ പറയും അപ്പോഴത്തേക്ക് ഈ മാർക്കറ്റ് പോകും. അവർക്ക് അത്ര വിവരം ഉണ്ട് നൗ. ആൻഡ് താങ്ക്സ് ടു ഇൻ്റർനെറ്റ് ആൻഡ് ഓൾ ദാറ്റ് ദേ ഹാവ് സോ മച്ച് ഇൻഫർമേഷൻ. സോ ദേ ആർ ഇംപേഷ്യൻറ്റ്. അതുകൊണ്ട് ദിസ് ഈസ് എൻ ഐഡിയ ഹൂസ് ടൈം ഹസ് കം. ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് വിച്ച് ഹസ് ഹാപ്പൻഡ്
ട്രഡീഷണൽ education model is finished. എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് ടൈം ഇസ് ഓവർ. Parents and children who are thinking that they will go for 4 years for undergraduation and 2 years for post-graduation, they're going to be left behind because അവരുടെ സഹപാഠികൾ who are not going to have this much patience are going to be doing very many interesting things while they are still plowing through this old path. So education system change always takes time. അപ്പോൾ system will change only late. ഇവിടെ മാത്രമല്ല എവിടെയായാലും. And by the way, the same debate, same discussion is happening in America. Don't think that America and New Zealand and Australia എല്ലാം പടന്ന് ഉടനെ immediately the education system is being reformed. Nothing of the kind. ഇവിടെ കാണുന്ന പ്രതിസന്ധികളും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം അവിടെ നേരിട്ടുകൊണ്ടിരിക്കുക. അവിടെയും നമ്മളിവിടെ സ്റ്റുഡൻസ് ഡിഫോൾട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദ ഹയസ്റ്റ് സ്റ്റുഡൻറ്റ് ലോൺ ഡിഫോൾട്ട് ഇൻ ദ വേൾഡ് ഇസ് ഇൻ അമേരിക്ക. United States of America, 1/3 of all student loans is in default. That is $1.3 trillion is student loan in default. Okay. Which means what? Why are they defaulting? Because they are unable to pay back. Why are they not able to pay back? They don't have jobs. They don't have jobs which pay them enough to pay back. That's why it's defaulting. അപ്പം നമ്മളിത് പറഞ്ഞപ്പം മേ ബി കുറേ യൂത്തിന് എൻ്റർപ്രണർഷിപ്പിലേക്ക് വരാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഐ നോ ഫ്യൂ ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഇഷ്യൂസ് ലൈക്ക് സോഷ്യൽ പ്രഷർ, ഫാമിലി പ്രഷർ, ഇങ്ങനത്തെ പ്രഷറിലേക്കും എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്, യു വിൽ ഗോ ആൻഡ് ലൂസ് സം മണി, അതിൽ ഭേദം യു ഗോ ഫോർ എ ജോബ്, പ്രൊട്ടക്ട് ദ ഹൗസ്, പ്രൊട്ടക്ട് ദ ഫാമിലി, അങ്ങനെ ഒരു പ്രഷറും കൂടെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് എന്തെങ്കിലും എന്താ അതിൽ ചെയ്യാൻ പറ്റുന്നൊരു അതിൽ ഞാൻ പറയുന്നത് തീർച്ചയായും ഈ ആറ്റിറ്റ്യൂഡ്സ് ആർ ചേഞ്ചിങ്. ഞാൻ ഒരു സംരംഭകനായിട്ട് ഇറങ്ങിയ ആ കാലഘട്ടവും ഇന്നും തമ്മിൽ ഇറ്റ് ഈസ് ലൈക്ക് ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം. അന്ന് നോബഡി കുഡ് ഇമാജിൻ ആസ്കിങ് ദെയർ പേരൻസ് ഫോർ മണി ഓർ യൂസിങ് ദെയർ ഓൺ പേരൻസിൻ്റെ സേവിങ്സ് ആൻഡ് ഓൾ ദാറ്റ് ഫോർ എ സ്റ്റാർട്ടപ്പ്. ഇന്ന് പേരൻസിൻ്റെ സേവിങ്സ് എടുക്കണമെന്നില്ല. അന്ന് എനിക്ക് വേറെ മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ബോറോ ചെയ്യേണ്ടി വന്നു എൻ്റെ സംരംഭം തുടങ്ങാനായിട്ട്. ഇന്ന് യു വിൽ ഗെറ്റ് അതർ, യു കൻ ഡു ക്രൗഡ് ഫണ്ടിങ്, യു കൻ ഗെറ്റ് യുവർ ഫ്രണ്ട്സ് ടു പുട്ട് അപ്പ് മണി, ദേ വിൽ ബി വില്ലിങ് ടു പുട്ട് അപ്പ് മണി. How much money do you need for a startup? You need 2-3 lakhs initially. That's all you need to get going. You don't need 50 lakhs to get going. You need just a few. So that you can take. Paro parnyo like early stage funding, startup funding evidunna varunna is from the 3 Fs. 3 Fs endana? Friends, family and fools. Okay. Yeah. Or fools undavum who will believe your story and they will put some money into that. പക്ഷേ ഈവൻ സ്റ്റീവ് ജോബ്സ് ആയാലും സെർഗൈ ബ്രിൻ ആയാലും ലാരി പേജ് ആയാലും whoever it is, Jeff Bezos ആയാലും Elon Musk ആയാലും, you always need some fools and friends and family around to help you to get that startup capital, to get it going. Nobody, so I mean that's how it always starts. So today ഈ റിസ്ക് എടുക്കാനായിട്ടുള്ള ഫസ്റ്റ് തിങ് മനോഭാവം വന്നു കഴിഞ്ഞു. സെക്കൻഡ്, there are funding sources available to fund startups, which was not available 20 years ago, 30 years ago ഇല്ലായിരുന്നു അത്. So that's the big difference. That's the change. That's the big change which has happened. Okay. Also talking about, it's a proven fact that women workforce ഉണ്ടെങ്കിൽ it's adding to the GDP of the country. പക്ഷേ if you look at the data, women working comparatively കുറവാണ്, workforce is comparatively less. അപ്പം അവർ ഇതിലോട്ട് അല്ലെങ്കിൽ അവർ എൻ്റർപ്രണർഷിപ്പിലേക്കും അല്ലെങ്കിൽ അവർ എംപ്ലോയ്മെൻറ്റിലേക്കും പുഷ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ പുഷ് അല്ല ചെയ്യേണ്ടത്, നമ്മൾ എനേബിൾ ചെയ്യണം. So the വിമൻ്റെ കോൺട്രിബ്യൂഷൻ ടു ദി ഇക്കോണമി ഇസ് ദി ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് സബ്ജക്റ്റ്. അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇഫ് മൈ വൈഫ് ഇസ് നോട്ട് എംപ്ലോയിഡ് ആൻഡ് is not in a job, she does housework, she throughout the day, that is not added to GDP. Yeah. But if she works for the neighbor, that is added to GDP. Yeah. The same job. എൻ്റെ വൈഫ് പോയിട്ട് നെയ്ബറിൻ്റെ വീട്ടിൽ പോയി പാത്രം കഴുകുക, പാചകം ചെയ്യുക,
ആൻഡ് ബെഡെല്ലാം വിരിച്ച് കർട്ടൻസ് എല്ലാം ഡസ്റ്റ് ചെയ്യുക, തൂക്കുക, ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ജോലി തന്നെ ലേബറിന് വേണ്ടി ചെയ്തൊരു ശമ്പളം മേടിച്ചാൽ ദാറ്റ് ഈസ് ആഡഡ് ടു GDP ലീഗലി. ബട്ട് ഇഫ് ഷീ ഡസ് ഇറ്റ് ഇൻ മൈ ഓൺ ഹൗസ് ദാറ്റ്സ് നോട്ട് ആഡഡ് ടു GDP. അതെന്തൊരു വിരോധാഭാസമാണ്. സോ ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ദ വുമൺ ഈസ് ഓൾറെഡി കോൺട്രിബ്യൂട്ടിംഗ് ടു GDP. Only thing is നമ്മുടെ accounting conventions and accounting systems are so crazy that we don't account it. That is the problem. So അത് എനിക്ക് തോന്നുന്നു നമ്മുടെ accounting conventions നമ്മൾ മാറ്റണം. See, we don't have to make the wife go and work for a neighbor to recognize that she is adding value. നമ്മുടെ സമൂഹം we should accept that she is contributing, she is not housewife എന്ന് പറഞ്ഞാൽ it should be treated as a category of employment. It is it should be given a value, remunerated, accounted for in the family income, etc. അപ്പോൾ അത് നമ്മുടെ പ്യൂർലി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമ്പർ 1. നമ്പർ 2, ഹൗസ് വൈഫ്സ് അപ്പം ഒരു കാറ്റഗറി ഉണ്ട്. മിഡിൽ ക്ലാസ്സിൽ വന്നാൽ ദേ ക്യാൻ ഹയർ സംബഡി ടു ഡു ദ ജോബ്, അല്ലേ? അപ്പോൾ ഈ ജോലികളെല്ലാം ചെയ്യാനായിട്ട് ദേ ക്യാൻ ഹയർ. സോ മൈ വൈഫ് ക്യാൻ ഹയർ സംബഡി ടു ഡു ദ ജോബ്. ഷീ ഈസ് എൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. She has been through universities and all. My wife has been to Oxford University and done a MPhil from Oxford University in a subject. Now, a person like that sitting at home is of national waste. We should find ways of... So, today now, full-time employment in ആവശ്യമില്ല. If നമ്മൾ ഈ ഊബറൈസിങ് ഓഫ് ഗിഗ് വർക്ക് പോലെ, can we not create entrepreneurs? Why can't they come forward, use their creativity and create platforms where people like educated housewife who don't want to do full-time work, number 1, who don't want to travel halfway across a city to go to the work spot, who want to work from home, ഇങ്ങനെ ഉള്ളവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡ്സിൽ അവർക്കൊരു സ്കിൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ, അങ്ങനെ ആവശ്യക്കാരായിട്ടുള്ള കമ്പനീസൊക്കെ can you do this work for us? And അവരുടെ ഈ ജോലിയും കൂടെ അതിൽ പോയി പോസ്റ്റ് ചെയ്താൽ you are enabling this supply and demand to come together. No? If we start utilizing this, I think our GDP will go up by a few percentage points. Just by this one action. Yeah. അപ്പം ഈ ഒരു ഡിഫറൻസ്, ഐ മീൻ ലൈക്ക് നമ്മൾ ഇതിപ്പോൾ അംഗീകരിച്ചാൽ നമ്മൾ GDP ഡിഫറൻസ് വരുമെന്ന് പറഞ്ഞു. അത് നമ്മുടെ ഒരു കൾച്ചറൽ സെറ്റപ്പായിട്ടൊരു കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ട്രഡീഷണൽ കൾച്ചറൽ റോഡ് ബ്ലോക്സ് ആൻഡ് ഓബ്സ്റ്റക്കിൾസ് എല്ലാം മിക്കതും ഡിസോൾവ് ചെയ്ത് പോവുകയാണ്. പീപ്പിൾ ഹാവ് നോ പ്രോബ്ലം. സം ട്രഡീഷണൽ ഫാമിലീസ്, ഇപ്പം കേരളത്തിലെ ഗേൾസ്, I used to travel in my work when I was an entrepreneur all over India. മുസഫർപൂർ, പട്ന, ഇങ്ങനത്തെ ഉള്ള ഇവിടുന്ന് 2000 കിലോമീറ്റർ അകലെയുള്ള വളരെ നോട്ട് വെരി സേഫ് പ്ലേസസിലൊക്കെ ആശുപത്രികളിലും പാത്ത് ലാബ്സിലും ബ്ലഡ് ബാങ്കുകളിലും വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസ്, മലയാളി ഗേൾസ് ഫ്രോം കോതമംഗലം and തൊടുപുഴ and all I have seen. So our families had no problems allowing them to go to such places. They are living alone or they are living with 1 or 2 people as paying guest in some house. അവിടെ ആർക്കും ഇംഗ്ലീഷ് അല്ല ഹിന്ദി അല്ലാതെ വേറെ ഒരു ഭാഷയും അറിഞ്ഞുകൂടാ. വളരെ പ്രാകൃതമായിട്ടുള്ള കണ്ടീഷൻസാണ്. കേരളം പോലെയല്ല. കേരള ഇസ് ലൈക്ക് സിംഗപ്പൂർ കമ്പയർഡ് ടു ദോസ് പ്ലേസസ്. അപ്പോൾ എന്നിട്ടും നമ്മുടെ ഈ ഇക്കണോമിക് ആവശ്യങ്ങൾക്ക് നമ്മുടെ ആൾക്കാർ എവിടെ പോകാനും എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും തയ്യാറാണ്. ഫാമിലീസ് ആർ ഓൾസോ വില്ലിങ് ആൻഡ് സപ്പോർട്ടീവ്. ഇതൊരു മോർ എ ഹൈപ്പോത്തറ്റിക്കൽ ഫിയർ ആണ്. ഇറ്റ്സ് നോട്ട് എ റിയൽ ഫിയർ ബിക്കോസ് മോസ്റ്റ് പേരൻസ് വിൽ സെൻഡ്. ആവശ്യം വരുമ്പം they will overcome their reluctance. അത് പുറത്ത് പോയി വർക്ക് ചെയ്യുന്നതും ഈ ഹൗസ് ഹോൾഡ് വർക്ക്സിനെ ഇതാക്കുന്നതും അത് തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു കണക്ഷൻ ലൈക്ക് അല്ലെങ്കിൽ അത് തമ്മിൽ സിങ്ക് ആവുന്നത് ഒരു ഫാക്ടർ അല്ലേ അത്? ഐ തിങ്ക് ഇറ്റ്സ് ഹാർഡ് നമ്മുടെ ഒരു കൾച്ചറൽ സെറ്റപ്പിൽ ആക്സെപ്റ്റ് ചെയ്യാൻ. ഐ തിങ്ക് പേഴ്സണലി ടു ആക്സെപ്റ്റ് വാട്ട് that household works also should be categorized as an employment, not just going out and doing. That's right. So see this thing about working from home is actually a very good thing COVID has taught us. Yeah, that's true. ഇപ്പം ആ വീട്ടമ്മ വീട്ടിലിരുന്ന് ഒരു ലാപ്ടോപ്പിന് മുമ്പിലിരുന്ന് എന്തെങ്കിലും ചെയ്താൽ ഷീ ഈസ് വർക്കിംഗ്.
But when she goes out and cooks, when she leaves that desktop and goes to the kitchen and prepares It's not. food for the family, that's not work. How come? That- അല്ല ആ ഒരു വൈരുദ്ധ്യം അപ്പം തന്നെ നമുക്ക് തിരിച്ചറിയണ്ടേ? Yeah. ഇതെങ്ങനെ ഇത് വർക്ക് മറ്റത് വർക്ക് അല്ല, രണ്ടും ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. So I think change will come slowly, it won't come instantly. All change comes slowly. സർ, അപ്പോൾ മൊത്തത്തിൽ യു സീം വെരി പോസിറ്റീവ് അബൌട്ട് ദി കേരള എക്കണോമി ഇൻ ഫ്യൂച്ചറിലാണെങ്കിലും ഇറ്റ് വിൽ ബി ഡബിൾ എന്നാണ് പറയുന്നത്, സർ, റൈറ്റ്? ഞാൻ കേരളത്തിൻ്റെ ഇക്കണോമിക് വളർച്ചയെ പറ്റി വളരെ പോസിറ്റീവാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹോപ്പ്, ഐ എം ബേസിങ് ഇറ്റ് ഓൺ ഫാക്ട്സ്. പിന്നെ നമ്മൾ പല കാര്യങ്ങളും കേരളത്തിൻ്റെ ഇക്കോണമിയെ പറ്റി നോക്കിയാൽ, see, Kerala is about little more than 1% of the land area of India, 2.5% of the population of India, 4.25% of the GDP of India is produced in Kerala. അപ്പോൾ ഈ സ്റ്റേറ്റ് ഒരു ഫെയിലിയർ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? വി ആർ punching far above our weight. നമ്മുടെ per capita GDP is among the highest in the country. Our per capita consumption spending is the number one in the country. That is mainly propelled by the fact that we have the highest inward remittances coming into the country. പക്ഷേ inward remittances ഇല്ലാതെ തന്നെ നമ്മുടെ per capita gross state domestic product is among the top 5 or 8 in the country. അപ്പോൾ ഇതൊരു സക്സസ്ഫുൾ സ്റ്റേറ്റ് ആണ് ബൈ ഓൾ യാർഡ് സ്റ്റിക്സ് ഓഫ് ഇത്. നമ്മുടെ ഇവിടുത്തെ ഒരു മീഡിയ നാരറ്റീവ് ആൻഡ് ഒരു ജനറൽ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് വി ഹാവ് ദിസ് ഐഡിയ. ആൻഡ് വി ആർ എ ഹൈലി ആസ്പിറേഷണൽ പീപ്പിൾ ബിക്കോസ് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഇഫക്ട്സ് വളരെ താമസിച്ചാണ് വന്നത്. കേരളത്തിൽ ആഗോളവൽക്കരണം 1000 വർഷം മുമ്പ് നടന്ന. See, we had more connections with the outside world than with the rest of India. അല്ലേ? നമ്മുടെ ട്രേഡ് വാസ് ഓൾ വിത്ത് ദ റോമൻ എംപയർ ആൻഡ് വിത്ത് ആറബ്സ് ആൻഡ് വിത്ത് ദ ചൈനീസ് ആൻഡ് പോർച്ചുഗീസ് ആണ്. നമ്മൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ഈ മൗണ്ടൻ ബാരിയർ കാരണം വി ഹാഡ് നോ കണക്ഷൻ വിത്ത് ദം. സോ എൻ്റെ അഭിപ്രായത്തിൽ the state which has been able to fastest take advantage of the opening up of the economy is Kerala. ആൻഡ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കും, നമ്മൾ ഈ പെർസെപ്ഷൻ്റെ പിന്നിലുള്ള ഒരു അടിസ്ഥാന കാരണം നമ്മുടെ ഐഡിയ വികസനം എന്ന് പറയുമ്പം ലാർജ് ഫാക്ടറീസ് വിത്ത് ചിമ്നീസ് ഔട്ട് ഓഫ് വിച്ച് സ്മോക്ക് കംസ്, അതിവിടെ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ വികസനം നടക്കുന്നില്ല. തമിഴ്നാട്ടിൽ കോയമ്പത്തൂറും മദ്രാസിലൊക്കെ ചെന്നാൽ ഒരുപാട് ഫാക്ടറീസ് കാണാം, മിൽസ്, ടെക്സ്റ്റൈൽ മിൽസ്, അതൊന്നും നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ വികസനം നടക്കുന്നില്ല. ഞാൻ എൻ്റെ 4ാമത്തെ ബുക്ക് ഇസ് അബൌട്ട് ഇവിടുത്തെ സക്സസ് സ്റ്റോറീസ് വിച്ച് ഇസ് ഹൈ ടെക് മോഡേൺ മാനുഫാക്ചറിങ് സെക്ടർ. കഴിഞ്ഞ 20-30 വർഷമായിട്ട് ആരോരും അറിയാതെ വളർന്നു വന്ന് ചെറിയ തോതിൽ തുടങ്ങി ഇപ്പോൾ നാഷണൽ ആൻഡ് ആഗോളതലത്തിലുള്ള വിജയങ്ങളായി മാറിയിട്ടുള്ള പല സംരംഭങ്ങളുണ്ട് ഹൈടെക്. അതൊന്നും ഇവിടുത്തെ റോ മെറ്റീരിയൽ മലഞ്ചരക്കെടുത്ത് സംസ്കരിക്കുന്ന വ്യവസായങ്ങളൊന്നുമല്ല. എൻ്റെ റോ മെറ്റീരിയൽസ്, എൻ്റെ കമ്പനിയുടെ റോ മെറ്റീരിയൽസ് വർ കമ്മിങ് ഫ്രം ചൈന, ഫ്രം ജർമ്മനി, ഫ്രം ബെൽജിയം. അതെല്ലാം കൊണ്ടുവന്ന് തിരുവനന്തപുരത്തുള്ള സബർബായ വിളപ്പിൽശാലയിലുള്ള ഫാക്ടറി സംസ്കരിച്ചിട്ട് 58 രാജ്യങ്ങളിലേക്ക് നമ്മൾ അയക്കുക. അതാണ് മോഡേൺ മാനുഫാക്ചറിങ്. You buy raw material from anywhere in the world. You process it in your factory because of your high tech and because of your high productivity, and you send it to any part of the world. അതാണ് ഈ മോഡേൺ മാനുഫാക്ചറിങ്ങിൻ്റെ സ്വഭാവം കേരളത്തിൽ. അപ്പം മാനുഫാക്ചറിങ് മാത്രമല്ല, നമ്മുടെ സർവീസ് സെക്ടറും, ഫൈനാൻഷ്യൽ സർവീസസ്, പിന്നെ ഹെൽത്ത് കെയർ സർവീസസ്, വി ആർ ബിക്കമിങ് എ മേജർ ഹബ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് വെൽനെസ്. തന്നെ അതൊന്ന്. പിന്നെ അവർ ഫൈനാൻഷ്യൽ സർവീസസ് ഫോർ സച്ച് എ സ്മോൾ സ്റ്റേറ്റ്, ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് ബാങ്ക്സ് വിച്ച് ഹവ് സ്റ്റാർട്ടഡ് ഹിയർ and which are ഇപ്പോൾ ഫെഡറൽ ബാങ്ക് which I was associated with is one of the fastest growing banks in India today. അപ്പോൾ ഇറ്റ്സ് എ കേരള ബാങ്ക്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് ഇൻ കേരള. അപ്പോൾ അതുകൊണ്ട് ഐ എം വെരി പോസിറ്റീവ് അബൌട്ട് കേരള ഫ്യൂച്ചർ. ആൻഡ് ഐ ബിലീവ് നമ്മുടെ ചെറുപ്പക്കാരികളും പുറത്ത് പോകുന്നത് പഠിക്കാനോ ജോലി അന്വേഷിച്ച് പോകുന്നത്, ലെറ്റ് ദം ഗോ. ദേ ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്. ഇറ്റ്സ് വെരി നാച്ചുറൽ. ഞാൻ പറഞ്ഞ പോലെ ഇത് ആഗോള പ്രതിഭാസമാണ്. താനേ ഇത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇറ്റ് വിൽ ചേഞ്ച്.
ആസ് നമ്മുടെ രാജ്യം കുറച്ചും കൂടെ വികസന പാതയിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ more people will want to study here instead of going abroad. I'm so happy to hear that there's a positivity in the future economy. So thank you so much for being with us, sir. Thank you for sharing your insights with us. Thank you. Thank you.